നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വരുന്ന ഒന്നാണല്ലോ ജെൻഡർ പൊളിറ്റിക്സ്. ഈ ജെൻഡർ പൊളിറ്റിക്സും അതോടൊപ്പം LGBTQ ആ ഒരു രീതിയുമൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? ഇസ്ലാം എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുവാനുള്ള ഒരു കാരണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ വിവിധ രീതികളിൽ കാണാറുണ്ട്. ഈ അടുത്ത് അത്തരത്തിൽ LGBTQ വിഷയം വിവാദമായത് ഒരു TV ഷോയിലൂടെയായിരുന്നു. ഏതാണ് TV ഷോ? ഓക്കെ. ആ ബിഗ് ബോസിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻറ്റുകൾ അവർ പ്രകടിപ്പിച്ച സ്വഭാവത്തെ എന്താണ് പറയുക, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് അവരെന്താ പറയുന്നത്? അവരാരാന്നാ പറയുന്നത്? ആരാണ്? ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾക്ക് സ്ത്രീകളോട് ലൈംഗികമായ താല്പര്യം ഉണ്ടാവുന്നു എന്ന് പറയുന്ന ആളുകളാണ്. LGBTQ എന്ന് പറയുന്നതിൽ ആദ്യ അക്ഷരമായ L തന്നെ സൂചിപ്പിക്കുന്ന എന്തിനാണ്? ലെസ്ബിയനെയാണ്. സ്വാഭാവികമായിട്ടും പല മേഖലകളിൽ പല സമയങ്ങളിൽ ഇത്തരം ചർച്ചകൾ നമ്മൾ മുന്നിലേക്ക് വരാറുണ്ട്. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരുപാട് ഇവിടെ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്, ഇല്ലേ? 9ാം ക്ലാസ്സുകാരില്ലേ? നിങ്ങളുടെ സാമൂഹ്യ പാഠത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള പാഠത്തിൽ ഒരു ചാപ്റ്റർ ഇത്തരത്തിൽ ജെൻഡറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ TV ഷോകളിലൂടെ നമ്മൾ കാണുന്നു, സിലബസിലൂടെ പോലും നമ്മൾ മുന്നിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏരിയകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് പറയേണ്ടത് ഞാനാണ്. ഞാൻ ആരുമായി ഇണബന്ധം തീരുമാനിക്കണം എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ സെക്ഷൽ അട്രാക്ഷൻ ആരോട് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ പുരുഷ ശരീരം കൊണ്ട് ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഞാൻ പുരുഷനാവുന്നില്ല. എനിക്ക് സ്വയം സ്ത്രീയായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ത്രീയാവാം. അതേപോലെ ഞാൻ പുരുഷന്റെ ശരീരമുള്ള ഒരാളാണ് എന്നതുകൊണ്ട് ഞാൻ സ്ത്രീയോട് തന്നെ ഇണബന്ധത്തിൽ ഏർപ്പെടണം, സ്ത്രീ തന്നെയായിരിക്കണം എൻ്റെ ഇണ എന്ന് നിർബന്ധമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പുരുഷനെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ആരോടാണോ ആ തരത്തിൽ എനിക്ക് ഇണകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ആശയം പറയുന്നത്. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവരുടെ താല്പര്യം അല്ലേ എന്നൊക്കെ ഉള്ള ഒരു സംശയം നമുക്ക് ഇത്തരത്തിൽ നമ്മൾ നിരന്തരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരം ഇത് അറിയുന്നത് കൊണ്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവിടെയുള്ള പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ ലൈംഗികതയെ തന്നെ എടുക്കാം. അത്തരത്തിൽ ഇഷ്ടപ്പെട്ട ആളുകളോടുള്ള അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ള ആളുകളോട് ലൈംഗിക ബന്ധം എടുക്കാം. അത്തരത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിനപ്പുറം ഇത്തരത്തിൽ ചൂസ് ചെയ്യപ്പെടുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്? അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് വലിയ രോഗങ്ങൾക്ക് കാരണമാവും. ഇപ്പോൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മാരകമായ രോഗങ്ങളിലൊന്നാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം. ഈ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഏറ്റവും കൂടുതൽ കാണുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഗേകളാണ്, അല്ലെങ്കിൽ പുരുഷനും തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. ഇന്ന് പോലും 70% അടുത്ത്, 70% അടുത്ത് ലോകത്ത് മുഴുവൻ എയ്ഡ്സ് കാണുന്നത് ഗേകളിലാണ്. ആ ഗേകൾ ലോക ജനസംഖ്യയുടെ എത്ര പെർസെൻറ്റേജ് മാത്രമാണ്? വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. അത്രയും ചെറിയ പോപ്പുലേഷനിൽ ഈ രോഗം ഇത്രമേൽ കൂടുന്നു എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗം, അങ്ങനെ അനേക രോഗങ്ങൾ ഇവിടെ പടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇത്തരത്തിൽ ഒരാൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ആൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവില്ല, അയാൾക്ക് മക്കൾ ജനിക്കൂല. അത്തരത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം അല്ലെങ്കിൽ ഇണയായി തിരഞ്ഞെടുക്കാന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന വേറെ പ്രശ്നം എന്താണ്? ഇഷ്ടമുള്ളവരോടെന്ന് പറയുമ്പോൾ അവിടെ ആണാവണം പെണ്ണാവണം എന്ന നിബന്ധന ഇല്ല എന്നതിനപ്പുറം അത് ആരാവണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിബന്ധനയും ഒരു മാനദണ്ഡവും പറയുന്നില്ല. കൊണ്ട് മനസ്സിലാക്കണം അവിടെ ഏതൊക്കെ വാദങ്ങൾ വരുന്നുണ്ട് അറിയോ? ഇത്തരത്തിൽ ഞാൻ ആണാണ്, എനിക്ക് ആണിനോടാണ് ലൈംഗികബന്ധം താല്പര്യം തോന്നുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് മാത്രമേ താല്പര്യം തോന്നുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് മൃഗങ്ങളോട് മാത്രമേ താല്പര്യം തോന്നുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ശവങ്ങളോട് മാത്രമേ താല്പര്യം തോന്നുന്നു പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. ഇതിനെ പെഡോഫീലിയ, നെക്രോഫീലിയ, അതേപോലെ ബെസ്റ്റിയാലിറ്റി അല്ലെങ്കിൽ സൂഫീലിയ എന്നൊക്കെയാണ് പറയുക. ഇതിൽ പലതും ചെയ്യുന്ന പലതും നിയമപരമായിട്ട് അനുവദനീയമായ രാജ്യങ്ങൾ പോലുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്ന് മൃഗങ്ങളോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു മുഖം ചൊളിയുന്നൊരവസ്ഥ ഉണ്ടാവാം. എന്നാൽ അത് നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ട രാജ്യങ്ങളെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വവർഗരതി, ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം നിയമപരമായി അനുവദിച്ച സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നമ്മളുടെ പോരാട്ടം നിർത്താനായിട്ടില്ല, നമുക്ക് കുട്ടികളോടുള്ള ബന്ധം കൂടി അനുവദിക്കപ്പെടുന്നത് വരെ ഈ പോരാട്ടം തുടരണമെന്ന് പറഞ്ഞത്.
അഥവാ ഇതിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വികൃതമായ അപകടകരമായ തലങ്ങളിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെക്കാൾ മുന്നേ സഞ്ചരിച്ച യൂറോപ്പിലേക്കൊക്കെ നോക്കിയാൽ നമുക്കത് കാണാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ജെൻഡറിന്റെ വിഷയം. ഇത് ഞാൻ പട്ടിയാണെന്നും പൂച്ചയാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. ലിസാൻഡ്രോപ്പി എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം പട്ടിയായിട്ട് കാണുന്ന ആളുകളാണ്. അതേപോലെ ബോആൻഡ്രോപ്പി എന്ന് പറയും, സ്വയം കാളയായിട്ട് കാണുന്ന ആളാണ്. ഒരാൾ പറഞ്ഞിട്ട് പറയാണ് എൻ്റെ ശരീരം മനുഷ്യൻ്റെയാണ്, പക്ഷെ എൻ്റെ മനസ്സ് കാളയുടെയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം, ഒരു കാളയായിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് സൗകര്യമൊരുക്കി തരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, വെരി ഗുഡ്, താങ്കളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞിരിക്കുന്നു, നമുക്ക് കാളയായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി തൊഴുത്ത് കെട്ടുവോ? തൊഴുത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പട്ടിക്കൂട്ടിൽ വളരെ ശീതീകരിച്ച മുറികളുള്ള വലിയ വീടിനുള്ളിൽ പട്ടിക്കൂടുണ്ടാക്കിയ പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് പട്ടിക്കൂട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അവരോട് എന്താ പറയാ? അതേപോലെ ചില ആളുകൾക്കുണ്ട് BIID എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ രോഗമുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ ചില ശരീരത്തിലെ അവയവങ്ങൾ അവരുടെ ശരീരത്തിലെല്ലാം തോന്നും. ഇപ്പൊ കൈ, എൻ്റെ വലത്തെ കൈ എൻ്റെ ശരീരത്തിലെല്ലാം തോന്നുക. മറ്റേ ആളുകൾക്കും അതേപോലെയാണല്ലോ. എൻ്റെ ശരീരം പുരുഷൻ്റെയാണ്, പക്ഷെ എനിക്ക് സ്ത്രീയെ പോലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാവും, എൻ്റെ മനസ്സ് സ്ത്രീയുടെ ഒപ്പം ആയതുകൊണ്ട്. അതേപോലെ ഈ ആളുകൾക്ക് എന്താണ്, വലത് കൈ ഇല്ലാത്ത രീതിയിലാണ് അവരുടെ മനസ്സിലുള്ളത്. വലത് കൈ മുറിച്ചു കളഞ്ഞാൽ ഭയങ്കര സമാധാനമാവും, വലത് കൈ ശരീരത്തിൽ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ്. മറ്റേ ആളുകൾക്ക് പുരുഷൻ്റെതായ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സുകൊണ്ട് സ്ത്രീയായ ആളുകൾക്ക് എങ്ങനെയാണോ പ്രയാസം, അതുപോലെ ഈ ആളുകൾക്കും പ്രയാസമാണ്. BIID എന്നാണ് രോഗത്തിന്റെ പേര്. ആ ആൾ നമ്മുടെ അടുത്തേക്ക് സഹായത്തിന് വേണ്ടി വരികയാണ്. നമ്മൾ എന്താ അവരോട് പറയാ? ഓ, നിങ്ങളുടെ വലത് കൈ പ്രശ്നമാണെന്ന് എനിക്കും തോന്നിയിട്ട് നമുക്ക് മുറിച്ചു കളയുന്നതാണോ? വരൂ, നമുക്ക് സർജറി ചെയ്യാന്നാണോ? നമ്മൾ അവരുടെ വലത് കൈയിനാണോ മനസ്സിനാണോ പ്രശ്നം എന്ന് നമ്മൾ അവരോട് പറയാ? മനസ്സിനാണ് പ്രശ്നം, വലത് കൈയിനല്ല. കാരണം മാറാത്തതാണ് ശരീരം. ഈ വലത് കൈ കുറെ കാലം കഴിയുമ്പോൾ വലത് കൈ പോവില്ല, വലത് കൈ എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ്, വലത് കൈ പ്രശ്നമാണെന്ന് നിങ്ങളുടെ മനസ്സ് മാറിയേക്കാം. അതുപോലെ മാറാത്ത ശരീരത്തെ മാറുന്ന മനസ്സിനനുസരിച്ച് മാറ്റുന്ന, അല്ലെങ്കിൽ മാറുന്ന മനസ്സിനനുസരിച്ച് മാറാത്ത ശരീരത്തെ ക്രൂരമായി ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ കൊടുക്കുന്ന ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ ഈ ആൾക്കാർക്കൊപ്പാണ്, ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊപ്പാണ്. നമ്മൾ പറയുന്നത് LGBTQ പൊളിറ്റിക്സ്, ജെൻഡർ പൊളിറ്റിക്സ് അവർക്ക് കൊടുക്കുന്ന പരിഹാരങ്ങൾ കൊണ്ട് അവർ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഈ സർജറി ഒക്കെ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ സെല്ലുകളും പുരുഷന്റെ സെല്ലായിരിക്കും, അല്ലെങ്കിൽ ഓരോ സെല്ലുകളും സ്ത്രീയുടെ സെല്ലായിരിക്കും. അവരുടെ സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ കുത്തിവെക്കുന്ന ഹോർമോൺ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സെല്ലൊക്കെ ഒരു ഭാഗത്ത്, ഹോർമോൺ വേറെ ഭാഗത്ത്, സെക്സ് ഓർഗൻ വേറെ ഭാഗത്ത്. അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജീവിതകാലം മുഴുവൻ സന്തോഷമില്ലാതെ, മൂഡ് സ്വിങ്സോടെ, ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ, ആയുസ് കുറയുന്ന അവസ്ഥയിൽ, എന്നും മരുന്ന് കുടിക്കേണ്ട അവസ്ഥയിൽ, എന്നും ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തേണ്ട അവസ്ഥയിൽ ഒരാളുടെ ചിന്തയിൽ ശരീരത്തിനോട് ചേരാത്തൊരു രൂപം ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ പരിഹാരങ്ങൾ അവരെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതാണ്. അവർക്ക് യഥാർത്ഥത്തിൽ മാറുന്ന മനസ്സിനെ മാറാത്ത ശരീരത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഉത്തമമായ പരിഹാരങ്ങൾ നൽകണമെന്നുള്ളതാണ്. ജെൻഡർ പൊളിറ്റിക്സ് കൊടുക്കുന്ന പരിഹാരങ്ങൾ ഇവരെ പ്രയാസപ്പെടുത്തുന്നതാണെന്നതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ മനസ്സിലാക്കുക.